ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീണ്ടും ലൈവിലേക്ക് സ്വാഗതം. ഇസ്ലാം എന്താണ്, മുസ്ലിങ്ങൾ എന്താണ്, ഖുർആൻ എന്താണ്, നബി എന്താണ് എന്ന് ഏതൊരു മുസ്ലിമിനും പ്രാഥമികമായി അറിയാം. ആരെയാണ് മുസ്ലിം എന്ന് പറയുന്നത് അത് നമുക്കറിയാം. അനിൽകുമാർ, വെൽക്കം. മുസ്ലിം ആണെങ്കിൽ നമ്മൾ പ്രാഥമികമായി പാലിക്കേണ്ടുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതായത് ആൺകുട്ടികളാണെങ്കിൽ ചെറിയ പ്രായത്തിലെ ആൺകുട്ടികളെ സുന്നത്ത് കർമ്മം ചെയ്യിപ്പിക്കും. കാരണം അത് ഇസ്ലാമിന്റെ ചര്യയാണ്, ചേലാകർമ്മം. പിന്നെ ഇസ്ലാമിന്റെ പ്രാധാന്യങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിൽ 10 സ്തംഭങ്ങളുണ്ട്. 11 മൊത്തത്തിലുള്ളത്. ഇസ്ലാം കാര്യങ്ങൾ 5 ഈമാൻ കാര്യങ്ങൾ 6. ഈ 11 കാര്യങ്ങളും കൃത്യമായി പഠിച്ച് 10 തൂണുകളിലാണ് ഇസ്ലാം നിലനിൽക്കേണ്ടത്. ഖുർആൻ അറിയില്ല, സുന്നത്ത് ചെയ്തിട്ടില്ല, മദ്രസയിൽ പോയിട്ടില്ല, നോമ്പില്ല, നമസ്കാരമില്ല, ഏതെങ്കിലും ഒരു പള്ളി മഹല്ലിൽ മെമ്പർഷിപ്പ് ഇല്ല, ഏതെങ്കിലും ഒരു പള്ളിയുമായി ബന്ധമില്ല, എന്നിട്ട് മുസ്ലിങ്ങളെ സംരക്ഷിക്കുക എന്ന വ്യാജേന ജാമിദായെ ഇല്ലാതാക്കാൻ വേണ്ടി പണപ്പിരിവ് നടത്തുന്നു. ആലോചിച്ച് നോക്കി, ഈ രാജ്യത്ത് ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടണ്ടേ? എത്രയെന്നും പറഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുക. ഈ ക്ഷമിക്കുന്ന ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, അവരെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അതങ്ങനെയാ. എന്നിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകളുടെ യോഗ്യതകൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. പോട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഇസ്ലാമിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയുക. പ്രാഥമികമായിട്ടേ നമ്മൾ മുസ്ലിങ്ങൾ ഫോളോ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ടെന്ന് പറയുക. അപ്പോൾ ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മുറിയണ്ടികളും കുത്തുപുസ്തകവും പിന്നെ കുറച്ച് ഇസ്ലാം സംരക്ഷകരും. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു തവണയാണ് നാവ് കൊണ്ടൊരു അബദ്ധം സംഭവിക്കുന്നതെങ്കിൽ ശരി, അറിയാതെ പറഞ്ഞു പോകുന്നതാണ് എന്ന് പറയാമായിരുന്നു. നിരന്തരം ഇസ്ലാം മത ഗ്രന്ഥങ്ങളെ അവഹേളിക്കുകയും മുസ്ലിങ്ങളെ ആക്ഷേപിക്കുകയും ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം യു-ടേൺ അടിച്ചു വന്ന് തിരിച്ചു പറഞ്ഞാൽ ചിന്തിക്കാൻ സാധിക്കുന്നവർ ചിന്തിക്കുക. പിന്നെ ഒരു വിഭാഗം ആളുകൾ എന്താ ചിന്തിക്കുന്നതെന്ന് അറിയാമോ? ഇസ്ലാമിനെ വല്ലാതെ വിമർശിക്കുന്ന ജാമിദായെ ഒന്ന് ഒതുക്കി കിട്ടണമെങ്കിൽ ഇതുപോലെ ചില ആളുകളെ രംഗത്തിറക്കണം. സംസാരിക്കാൻ പറ്റില്ല. ചാനലുകാർ തന്നെ പറയുന്നത് കേട്ടില്ലേ, പൂരത്തെറിയ. പിന്നെ ഉണ്ണിയെ കണ്ടപ്പോൾ തന്നെ ഊരിലെ പഞ്ഞം എല്ലാവർക്കും മനസ്സിലായി. എന്റെയും സമാധാനം അതാ, മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞു. ഇത് ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തു വന്നാലേ കാണാൻ രസമാണ്. അവനവന്റെ തുടയിൽ നുള്ളണം, നുള്ളു കിട്ടണമെങ്കിൽ ഇതുവരെ മുട്ടണ്ടവരോട് മുട്ടിയിട്ടില്ല. അപ്പോ ഇസ്ലാം എന്താണ്? ഒരിക്കലും ഇസ്ലാം മതത്തെ സ്നേഹിക്കുകയും ഇസ്ലാം മതം ഫോളോ ചെയ്യുകയും മുസ്ലിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വളർന്ന ഒരു വ്യക്തിക്ക് ഇസ്ലാമിന്റെ ബേസിക് നോളജ് ഉണ്ടാകും. മദ്രസയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക് ആയിട്ട് അത്തരം ആശയങ്ങൾ, വിജ്ഞാനങ്ങൾ വന്നു ചേരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എതിർക്കുന്നത് ഇസ്ലാമിലെ തീവ്രവാദത്തെയാണ്, ഇസ്ലാമിലെ ഭീകരതയെയാണ്. അതിനെ എതിർത്തേ മതിയാകൂ. എന്ത് വില കൊടുത്തും ഇസ്ലാമിലെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എതിർത്തേ പറ്റൂ ഒരു ജനാധിപത്യ വിശ്വാസി. കാരണം അത് രാജ്യത്തിന്റെ സ്വസ്ഥതയെ, സുസ്ഥിരതയെ തുരങ്കം വയ്ക്കുന്ന ഏർപ്പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാനും ഇവിടെ നമ്മുടെ രാജ്യത്തിന്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കാനും ഒരു മതം മാത്രം വളർത്താനും ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ എതിർക്കും. മറ്റു മതങ്ങൾ മുഴുവനും ഇല്ലാതാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. മറ്റെല്ലാ മതത്തെയും ഇല്ലാതാക്കണം,
വേറെ ഒരു മതവിശ്വാസിയും ഇവിടെ പാടില്ല. ഇവിടെ ആകെ പാടുള്ളതാരാ? മുസ്ലിങ്ങൾ മാത്രം, ഇസ്ലാം മാത്രം. ശരി, അത്തരം ആശയങ്ങളെ നമ്മൾ എതിർക്കും, നഖശിഖാന്തം എതിർക്കും. നമുക്ക് ഒരാളെ ആശയപരമായി തോൽപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് മാർഗങ്ങളുണ്ട് അവരെ തോൽപ്പിക്കാൻ. അതിൽ പ്രധാനപ്പെട്ടതാണ് ചില ആയുധങ്ങൾ. നമുക്ക് പരസ്പരം എന്തെങ്കിലും ആശയപരമായ വിയോജിപ്പുണ്ടെങ്കിൽ നമ്മൾ സംവദിച്ച് അവരുടെ പക്ഷം അവരും നമ്മുടെ പക്ഷം നമ്മളും അത് ശരിയാക്കും. ഇതങ്ങനെയല്ല. ഇതൊരാളെ ഇല്ലാതാക്കുക, ഒരു രാജ്യത്തെ ഇല്ലാതാക്കുക, മറ്റു മതവിഭാഗങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന സംഘമാണെങ്കിലും സംഘടനയാണെങ്കിലും വ്യക്തികളാണെങ്കിലും ശരി, നമ്മൾ അതിനെ എതിർക്കുക തന്നെ ചെയ്യും. സംഖ്യകൾ അവർക്ക് വേണ്ടി ഒരു രാജ്യമുണ്ടാക്കണമെന്നും മറ്റെല്ലാ മതവിഭാഗങ്ങളെയും ഇല്ലാതാക്കണം എന്നുമാണ് വാദിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ എതിർക്കും, അന്ന് അവരെ എതിർക്കും. അങ്ങനെ പറയുമ്പോൾ പക്ഷേ ഇസ്ലാമിലെ തീവ്രവാദ സംഘടനകളായ SDPI, പോപ്പുലർ ഫ്രണ്ട് ടീമുകൾ, നമുക്കറിയാം അവരെന്താണ് ഈ രാജ്യത്ത് പറഞ്ഞതും പ്രചരിപ്പിച്ചതും എല്ലാമെന്ന്. ഇപ്പോ SDPI തീവ്രവാദികൾക്ക്, പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾക്ക്, മുസ്ലിം തീവ്രവാദികൾക്ക് മൗനമായി സപ്പോർട്ട് കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. കാരണം എന്താ? അവർ മുസ്ലിങ്ങളാണ്, അവർ 5 നേരം നമസ്കരിക്കുന്നവരാണ്, അവർ ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് എന്നതുകൊണ്ട് മാത്രം. അതല്ലെങ്കിൽ സംഖ്യകളെ എതിർക്കുക എന്നതിന് വേണ്ടി മാത്രം. നമ്മുടെ പൊതുവായ ഒരു ശത്രുവിനെ നമ്മൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാകും, അവരെ എതിർക്കുന്നതിന് വേണ്ടി മാത്രം. നമുക്കതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. തീവ്രവാദികളെ ഒറ്റപ്പെടുത്തണം, ഭീകരവാദികളെ ഒറ്റപ്പെടുത്തണം, അവരെ വിമർശിച്ചേ മതിയാകൂ. കാരണം അവർ ഈ രാജ്യത്തിന്റെ വിപത്തുകളാണ്. അതുകൊണ്ട് ഇത്തരം ഭീകരരെ പുറത്തു കൊണ്ടുവരാൻ അഹോരാത്രം പ്രയത്നിക്കും, യാതൊരു സംശയവുമില്ല. 2 സംഘടനകളെ കേരളത്തിന്റെ ഭരണം ഏൽപ്പിക്കണം. 2037 അവർ പിടിച്ചോളാമെന്നാ പറഞ്ഞ, പക്ഷെ നേരത്തെ കൊടുക്കുന്നതാണ് നല്ലത്. അവരെ തീവ്രവാദ സംഘടനകളൊന്നും പറയരുത്. അവർ പത്തരമാറ്റ് മതേതരവാദികളാക്കി ചിത്രീകരിക്കണം. നിങ്ങൾക്കത് പറ്റും, എന്നെ സംബന്ധിച്ചിടത്തോളം അത് മ്ലേച്ഛമാണ്, ഞങ്ങൾക്കത് പറ്റില്ല. ഇസ്ലാമിക സംഘടനകൾക്കെതിരെ ആരും സംസാരിക്കാൻ പാടില്ല. ഇസ്ലാമിലെ ഭീകരതയ്ക്കെതിരെ, ഇസ്ലാമിലെ മനുഷ്യാവകാശങ്ങൾക്കെതിരെ, സ്ത്രീവിരുദ്ധതകൾക്കെതിരെ ഒന്നും സംസാരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും മല്ലയ്യ? നമ്മളെ അവർ തീർക്കും. ഇസ്ലാമിന്റെ സുരക്ഷാ കവചം എന്ന് പറയുന്നത് ആരാ? ചില വ്യക്തികളിലാണോ ഇസ്ലാമിന്റെ സംരക്ഷണം ഇരിക്കുന്നത്? ഇസ്ലാമിനെ വിമർശിക്കുക എന്നത്, ഇസ്ലാമിനെ ഫോളോ ചെയ്യുക എന്നത്, എനിക്കിഷ്ടമുള്ള മതം സ്വീകരിക്കുക, നിരാകരിക്കുക എന്നത് എന്റെ മൗലികമായ ജനാധിപത്യപരമായ അവകാശമാണ്. ആ അവകാശത്തിൽ കൈവയ്ക്കാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. ഞാൻ എന്ത് ഫോളോ ചെയ്യണം, അതെന്റെ വിശ്വാസമാണ്. ഈ മതത്തിൽ തന്നെയാണ് ഞാനും ജനിച്ചത്. ഒരാളോ ഒരു സംഘമോ ഇരുന്ന് പണം പിരിച്ച് പുട്ടടിച്ചിട്ട് ആ പണവും വാങ്ങി വെച്ചിട്ട് നിർത്തിക്കോണമെന്ന് പറഞ്ഞാൽ നിർത്താൻ ഇവരുടെ ഒന്നും വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്ന അച്ചാരം വാങ്ങി തിന്നിട്ട് വാലാട്ടുന്ന പട്ടികളല്ല ഞാൻ. അതുപോലെ ആരുടെ മണ്ടക്കിട്ട് കയറിയാലും ശരി, അവരെയൊക്കെ ഊറ്റിയും പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും തെണ്ടിയും ഒക്കെ കൊണ്ടുവരുന്ന പണം വാങ്ങി തിന്നുന്ന കാണ്ടാമൃഗങ്ങളും പീപ്പന്നികളും വീട്ടിൽ വേറെ കാണും. ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന പട്ടികൾ വേറെ കാണും. ആത്മാഭിമാനം ഉള്ള വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ അതിന് കിട്ടില്ല. ആ ഓലപ്പാമ്പൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട. അതുകൊണ്ട് കേരളത്തിന്റെ ഭരണം ഈ തീവ്രവാദികളെ ഒന്ന് ഏൽപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലാതെ ഇവരെ പറയാൻ പാടില്ല. കേരളത്തിന്റെ അവസ്ഥ ഇതാണ്. ഉത്തർപ്രദേശിലെ ഇസ്ലാം അപകടത്തിലാണ് എന്ന് പറഞ്ഞ ഒരാൾ എഴുതുന്നത് കണ്ടു. ഓ, തീവ്രവാദികളാണെന്ന് പറഞ്ഞു പോയല്ലോ അല്ലേ ഈ SDPIയും പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ. എത്ര മ്ലേച്ഛമായ കോടതി വിധിയാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ 2 മഹാമാരികളുടെയും ഉത്ഭവ കേന്ദ്രം കണ്ടെത്തി ഇല്ലാതാക്കണം. ഇസ്ലാമിക തീവ്രവാദം എവിടെയാണോ കൊടികുത്തി വാഴുന്നത്, എവിടെയാണോ പൊട്ടിമുളയ്ക്കുന്നത്, എവിടെയാണോ വേരോട്ടമുണ്ടാകുന്നത്, അതിനെ തടയിട്ടേ മതിയാകൂ. ഒരു പക്ഷേ ഈ മതതീവ്രവാദികളെ എതിർക്കാൻ
ഇന്ന് കെൽപ്പുള്ള ആളുകൾ നെതന്യാഹുവും ട്രംപും മോദിയും ഒക്കെ തന്നെയാണ്, സംശയമില്ല. ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ, ഈ ഭീകരവാദികളെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ പിള്ളേരെയും പോലെ നൈപുണ്യം നേടിയ ആളുകൾ വേറെയില്ല. ഈ ശരീഅത്ത് നിയമത്തെ വലിച്ചെറിഞ്ഞ് നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും നിയമം ആഗോളതലത്തിൽ വന്നാൽ രക്ഷപ്പെട്ടു. മുളയിലെ നുള്ളിക്കളയേണ്ടുന്ന ഇസ്ലാമിക തീവ്രവാദം ഇന്ന് ആഗോളതലത്തിൽ വളർന്നു പടർന്നു പന്തലിച്ച് ഈ ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തെയും കാർന്നു തിന്നുന്ന രൂപത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഇസ്ലാമിക വളർച്ചയെ തടയാൻ കോടതിക്കും സുപ്രീം കോടതിക്കും UN കൗൺസിലിനും പോലും കഴിയില്ല എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയിരുന്ന ആളുകൾ ഇന്ന് നിക്കറിൽ നിൽക്കുക തിഹാർ ജയിലില്. ഈ തീവ്ര ഇസ്ലാമിക വളർച്ച എന്ന് പറഞ്ഞാൽ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഈ പ്രസ്ഥാനം നിയമപരമായി നിരോധിച്ചാൽ പുതിയ പേരിൽ പുതിയ പ്രസ്ഥാനം പഴയ ലക്ഷ്യവുമായി വരും. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി പുതിയ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുന്നത് പോലെ അത് ആദ്യമുണ്ടാക്കിയ സംഘടനയേക്കാൾ ശക്തമായി നിലനിൽക്കും. അപ്പോൾ ഹൈക്കോടതി ആരായി? ഇവരെ ഭീകരവാദികളാണ്, തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയ, നിരോധിച്ച, ബാൻ ചെയ്യണം എന്ന് പറഞ്ഞ കോടതി ആരായി? ഇവിടെ അതിനേക്കാൾ കുറച്ചുകൂടി എളുപ്പം മദ്രസ പ്രോഡക്റ്റുകളുണ്ട്. ആ മദ്രസ ഫാക്ടറിയിൽ നിന്നും വളർന്നു വരുന്ന വിഷമാണ് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്ന രൂപത്തിലേക്ക് പൈതലുകളെ എത്തിക്കുന്നത്. ഈ മദ്രസകൾക്ക് പൂട്ടിടാൻ കോടതിക്ക് സാധിക്കണം. ഒരിക്കലും അത് പറ്റില്ല. ആഗോളതലത്തിൽ ഇസ്ലാം മതം അത്രമാത്രം ശക്തിപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ മതതീവ്രവാദം ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തെയും കാർന്നു തിന്നുന്ന രൂപത്തിലേക്ക് വളർന്നിരിക്കുന്നു. ഈ ദൈവിക പദ്ധതിയെ തടയാൻ, ഈ കാരുണ്യത്തിന്റെ മതത്തെ തടയാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അതിനുള്ള കരുത്തൊന്നും നമ്മുടെ ജനാധിപത്യ ഭരണരീതിക്ക് ഒരിക്കലും കൈവരിക്കാൻ പറ്റില്ല. നിയമ സംവിധാനങ്ങളും കോടതികളും ഭരണകൂടങ്ങളും പോലും ദൈവിക നിയന്ത്രണത്തിലാണ്. ഭരണഘടനയ്ക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത മഹാവ്യാധിയാണ് ഇസ്ലാമിക തീവ്രവാദം. ദൈവ പദ്ധതിയുടെ ഭാഗമായി ഇസ്ലാമും ഇസ്ലാമിക തീവ്രവാദവും അതിശക്തമായി ഇനിയും വളർന്നുകൊണ്ട് തന്നെയിരിക്കും. അതിനുള്ള അടിസ്ഥാന കാരണങ്ങൾ കൃത്യമായിട്ട് യഹൂദന്മാര് പറയുന്നുണ്ട്. ദൈവ പദ്ധതിയെ ഹൈക്കോടതി എതിർക്കരുത് എന്നാണ് എല്ലാവരും പറയുന്നത്. മത കാര്യത്തിൽ എന്തിനാണ് കോടതി ഇടപെടുന്നത്? എന്തിനാണ് ഭരണകൂടം ഇടപെടുന്നത്? ഇതാണ് അവർ ചോദിക്കുന്നത്. കാരണം മതത്തെ എതിർത്തിട്ട്, മതതീവ്രവാദത്തെ എതിർത്തിട്ട്, ഈ മതഭീകരരെ എതിർത്തിട്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അല്പപ്രയാസമാണ്. അല്പമല്ല, വലിയ പ്രയാസം തന്നെയാണ് ഇവിടെ നിലനിൽക്കാൻ. ഈ മതത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെ എതിർക്കുന്നവരെയൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഈ മതത്തിന്. അതുകൊണ്ട് ഈ മതത്തെ എതിർത്താൽ പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മൾ വലിയ ഒരു വിഭാഗം ആളുകളുടെ ശത്രുവായി അങ്ങോട്ട് മാറും. എന്നാലും ഈ പുസ്തകത്തിന്റെ പേര്